മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അത്യന്തം രൂക്ഷമായ പരാമർശങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നടത്തിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ അവൻ എന്ന് വിളിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് അഭിസംബോധന ചെയ്തത് തന്നെ. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വന്നത് കുട്ടികളുടെ ഗതികേടാണെന്നെല്ലാം വി ഡി സതീശൻ പറഞ്ഞു വെച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് ശിവൻകുട്ടി സഭയിൽ പറഞ്ഞതാണ് സതീശനെ വാക്കുകളിന്മേൽ സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും വിധം പ്രകോപിതനാക്കിയത്. മന്ത്രി വി ശിവൻകുട്ടിയും കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി എത്തിയതോടെ വാക്പോര് മുറുകി. സംസ്ഥാന സ്കൂൾ കലോത്സവ വേളയിൽ ശിവൻകുട്ടിയെ മുക്തകണ്ഠം അഭിനന്ദിച്ച അതേ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അധിക്ഷേപവുമായി എത്തിയതെന്നാണ് മറ്റൊരു വിരോധാഭാസം. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ നമ്മുടെ നേതാക്കളുടെ വാക്കുകൾ മാന്യതയുടെയും നിയന്ത്രണത്തിൻ്റെയും ഒക്കെ പരിധി വിട്ട് വഷളാവുകയാണോ? ആദ്യം RDX റാവ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വന്നത് കുട്ടികളുടെ ഗതികേടാണ്. ഇത്രയും വിവരദോഷികൾ ഉൾപ്പെട്ട മറ്റൊരു മന്ത്രിസഭ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. മുൻപ് നിയമസഭയിലെ പ്രതിഷേധത്തിൽ ശിവൻകുട്ടി പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ പരിഹാസം. ശിവൻകുട്ടി സംഘിക്കുട്ടിയാണെന്ന് പിന്നാലെ പ്രസംഗിക്കാനെത്തിയ കെ മുരളീധരനും പരിഹസിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സോണിയാഗാന്ധിക്കെതിരെ ശിവൻകുട്ടി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടിയുമായി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. തനിക്കെതിരെ എടാപോടാ പരാമർശങ്ങൾ നടത്തുകയാണെന്നും സതീശന്റേത് തരംതാണ പദപ്രയോഗമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനാണ് സതീശനെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ മൂത്രമൊഴിച്ചു പോകും, ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുതെന്നും ശിവൻകുട്ടിയുടെ വെല്ലുവിളി. സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ശിവൻകുട്ടി ആവർത്തിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ സോണിയാഗാന്ധിയെ നിയമപരമായി ചോദ്യം ചെയ്യണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കുത്തി ഡെസ്കിന്റെ മുകളിൽ കയറി നിന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തനാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് വി ഡി സതീശൻ പരിഹസിക്കുകയാണെന്ന് ചെയ്തത്. നമ്മുടെ പിള്ളേരെ ഓർത്ത് സങ്കടം തോന്നുന്നു. എക്സൈസ് വകുപ്പായിരുന്നുവെങ്കിൽ ബോധമില്ല എന്നെങ്കിലും പറയാമായിരുന്നു എന്നും വി ഡി സതീശൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തരാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. ഈ സണ്ണി വക്കീലിനെ എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എന്തിന് നിയമസഭയിൽ പ്രവർത്തിക്കണോ? അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേക്ക് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളെ വന്നോ വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുന്നു. എൻ്റെ പിള്ളേരെ ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാ? ഗോൾ വർക്കർക്ക് മുന്നിൽ നട്ടല് വളർത്തത് ശിവൻകുട്ടിയല്ല, വിനായക് ദാമോദർ സതീശനാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരിച്ചടിച്ചു. താൻ RSSനെതിരെ നെഞ്ചുവിരിച്ച് പോരാട്ടം നടത്തുമ്പോൾ സതീശൻ വള്ളിനിക്കറിട്ട് നടക്കുകയാണ്. ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ മൂത്രമൊഴിച്ചു പോകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതുകൂടി കേൾക്കാം. കേരളത്തിൽ ആരെങ്കിലും ഞാൻ RSSനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ RSSനെതിരായിട്ട് ഇഞ്ചിന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളി നിക്കറിട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ, ആ ബോർഡുകൾ കണ്ടത് ചെന്നങ്ങ് പറഞ്ഞേരെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. ഈ വാർത്തയുടെ വിശകലനങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ബിനിലെ, നമ്മൾ ഈ ഭാഷയുടെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിലേക്കും കടന്നാക്രമണങ്ങളിലേക്കുമൊക്കെ തിരിച്ചടികളിലേക്കുമൊക്കെ രാഷ്ട്രീയ രംഗം കടക്കുകയാണ്. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന കാലമാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളും ഒക്കെയായി കാര്യങ്ങൾ മാറുമ്പോൾ അത് വിശകലനം ചെയ്യാതെ ചർച്ച ചെയ്യാതെ പോകാനും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഇത്രത്തോളം പ്രതിപക്ഷത്തെ പ്രകോപിതരാക്കിയ വിഷയം എന്താണ്? സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അതിനെ തലക്കടിച്ചിരുത്തുക എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെ
പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞതുപോലെ തോന്നി. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് മുൻകൈ എടുക്കുകയും ചെയ്തല്ലോ. ഹർഷൻ, സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് UDF ഉയർത്തിയതാണ്, LDF-നെതിരെയാണത് കൊണ്ടുവന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് UDF-നെ തിരിഞ്ഞു കൊത്തുന്ന സ്ഥിതിയിലേക്ക് എത്തി. അവരുടെ ഏറ്റവും വലിയ ഒരു വിജയം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പാരഡി ഗാനമായിരുന്നു സ്വർണം കട്ടവൻ ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളതായിരുന്നു ആ പാരഡി ഗാനം. അത് നിയമസഭയിലേക്ക് സമ്മേളനം തുടങ്ങിയപ്പോൾ അത് ഉന്നയിച്ചു, ആ പാട്ട് പാടിയപ്പോൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് ആ സ്വർണം കട്ടവൻ ആരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് തിരിച്ചു പാടി. അത് വീണ്ടും ആവർത്തിച്ച് ശിവൻകുട്ടി അത് ആ മുദ്രാവാക്യം വിളിക്കുകയും ഭരണപക്ഷം അത് ഏറ്റുവിളിക്കുകയും ചെയ്തു. പിന്നീട് സഭ വിട്ട് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അസാധാരണമായ രീതിയിൽ ഭരണപക്ഷവും പുറത്തേക്ക് ഇറങ്ങി KK ശൈലജ അത് വിശദീകരിക്കുകയും അത് UDF-ന് വലിയ ക്ഷീണമായി പോയി. മാത്രമല്ല സോണിയാഗാന്ധിയെ അത് പ്രതിപാദിക്കുകയും ചെയ്തു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം വളരെയധികം പ്രചരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യണം. അവിടെ ഒരു സ്വർണ്ണ ഏലസ് സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനമായി നൽകി. അത് ഏത് സ്വർണ്ണമാണെന്ന് അന്വേഷിക്കണം. ഇത് വലിയ ഒരു ചൊടിപ്പിക്കലാണ്, പ്രതിപക്ഷത്തെ ആ പ്രഹരമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഇത്രയധികം പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ശിവൻകുട്ടിക്കെതിരെ ഈ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കലോത്സവത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ടായിരുന്നു ശിവൻകുട്ടിയെ VD സതീശൻ. ഈ കലോത്സവം മാത്രമല്ല, കഴിഞ്ഞ കലോത്സവത്തിലും അദ്ദേഹം ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിലും അദ്ദേഹം പറഞ്ഞത് ഈ കലോത്സവം ഇങ്ങനെ മനോഹരമായി നടത്തിയതിന് വിദ്യാഭ്യാസ മന്ത്രിയെ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിദ്യാഭ്യാസ മന്ത്രിയെയാണ് ഇപ്പോൾ കടന്നാക്രമിക്കുന്നത്. അല്ലെങ്കിൽ ആ വാക്കുകൾ ഇവൻ എന്നൊക്കെ സംബോധന ചെയ്താണ്, അത്തരത്തിൽ വലിയ വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തുന്നത്. മാത്രമല്ല, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ശിവൻകുട്ടിക്ക് അതിന് യോഗ്യതയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയായ യോഗ്യതയുണ്ട് എന്നൊരു വലിയ ഒരു പ്രചാരണം കൂടി അന്ന് ആ ഘട്ടത്തിൽ നടന്നിരുന്നു. അതിനെ അനുമാനിക്കും വിധം അല്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തും വിധമുള്ള ഒരു പരാമർശമാണ് ഈ VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് സ്വല്പം കടുത്തുപോയി എന്ന് തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് 2015 KM മാണിയുടെ ബജറ്റ് അവതരണം അന്ന് LDF തടസ്സപ്പെടുത്തിയിരുന്നു. ആ തടസ്സപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ശിവൻകുട്ടിയുടെ അന്നത്തെ ദൃശ്യങ്ങളൊക്കെ ഇന്നും സമൂഹ മാധ്യമങ്ങളിലുണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പോഴും അത് പ്രചരിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ഡെസ്കിൽ മുകളിൽ കയറിയ കാര്യങ്ങളൊക്കെയാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ അവിടെയും കുറച്ച് കടത്തിയാണ് അദ്ദേഹം പറയുന്നത്. ഈ അടിവസ്ത്രം കാണിച്ച് അന്ന് ഈ നിയമസഭ തല്ലിപ്പൊളിച്ചയാൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരികയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ കുട്ടികളെ ഓർത്ത് പരിതപിക്കുന്നു, കുട്ടികളെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയായി കിട്ടിയത് ഇവനെയാണല്ലോ, ആ രീതിയിലുള്ളൊരു പരാമർശമാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ആ കുട്ടികളുടെ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയപ്പോൾ ഗതികേട് നമുക്ക് ഉണ്ടായല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കൂടുതൽ കടത്തി പറയാറുണ്ട്, പക്ഷേ ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി VD സതീശന്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വലിയ ഒരു കർക്കശക്കാരനെ പോലെ വലിയ ദേഷ്യത്തിൽ സംസാരിക്കുന്ന ഒരാൾ. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും മാധ്യമങ്ങളോട് രോഷപ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതൊക്കെ കനകോല് പറഞ്ഞതുകൊണ്ടാണ്. നേരത്തെ എനിക്കറിയാവുന്ന VD സതീശൻ ഇങ്ങനെയായിരുന്നില്ല, സൗമ്യനായിരുന്നു. മാധ്യമങ്ങളോടും പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ സൗമ്യനായി ഇടപെടുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കനകോലു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടപെടണം, അങ്ങനെ ഇടപെട്ടാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയൂ, ഒരു കർക്കശത വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ രീതിയിൽ പെരുമാറുന്നുവെന്നാണ് MV ഗോവിന്ദൻ ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തത്. കൃത്യമായി തന്നെ ഇന്നത്തെ വിമർശനങ്ങളിൽ ശിവൻകുട്ടിയെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഘിക്കുട്ടി എന്നാണ് ഇന്ന് K മുരളീധരൻ അദ്ദേഹത്തെ വിളിച്ചത്. അതിനും കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് എടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ സെക്രട്ടേറിയറ്റ് മുതൽ, അതായത് മുഖ്യമന്ത്രി ഓഫീസ് മുതൽ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് വരെ ആ പോകുന്ന ഇടങ്ങളിലെല്ലാം VD സതീശന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് VD സതീശന്റെ ഒരു വലിയൊരു ചിത്രമാണ് വെച്ചിട്ടുള്ളത്. അതിനും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതേ നാണയത്തിൽ മറുപടി നൽകിയാൽ VD സതീശൻ മൂത്രമൊഴിക്കും എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. മാത്രമല്ല, താൻ സംഘപരിവാറിനെതിരെ ഈ സംഘിക്കുട്ടിയാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ സംഘിക്കുട്ടിയാണ് എന്ന് K മുരളീധരൻ പറയുമ്പോൾ ഈ സംഘപരിവാറിനെതിരെ താൻ പ്രവർത്തിക്കുമ്പോൾ VD സതീശൻ വള്ളി നിക്കറിട്ട് നടക്കുകയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത്തരം പ്രയോഗങ്ങൾ എടാ പോടാ എന്ന് വിളിച്ച് നടത്തുന്ന പ്രയോഗങ്ങൾ അത് ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. അത് അത്യന്തം ഈ അണികളെ ആവേശത്തിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എന്നാൽ അത് ശരിയായ നടപടിയല്ല എന്നാണ് ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു മാസ് മറുപടി തന്നെ ശിവൻകുട്ടി നൽകിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും വീണ്ടും, അതായത് ശിവൻകുട്ടിയുടെ മറുപടിക്ക് ശേഷം നമ്മൾ വീണ്ടും VD സതീശനെ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നാളെ മറ്റന്നാളോ ഒക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് കോൺഗ്രസ് എന്ന് അറിയുന്നത് ഈ വിഷയം ഇനി ഓൺ ചെയ്യാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
തീർച്ചയായും. എന്തായാലും ഇദ്ദേഹം ഈ തീർത്തും അങ്ങനെ സൗമ്യനായി വന്ന ഒരു നേതാവൊന്നുമല്ല വി ഡി സതീശൻ. അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടത്തിലും പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വിമർശനങ്ങളായിക്കോട്ടെ, അതിനു മുമ്പ് കഴിഞ്ഞ UDF സർക്കാരിനെതിരായ വിമർശനമായിക്കോട്ടെ, അതുമാത്രമല്ല കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളിൽ പലതും ഭരണപക്ഷത്തിനെതിരെ, അന്നത്തെ UDF സർക്കാരിനെതിരെയുള്ളത് തന്നെയായിരുന്നു ആ കാലത്തെ പ്രധാനപ്പെട്ട പല വിമർശനങ്ങളും. അതേസമയം പ്രതിപക്ഷ നിരയിലും അദ്ദേഹം ശക്തമായി പോരാടിയിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഭാഷ ഈ മട്ടിൽ പ്രയോഗിക്കപ്പെടുമ്പോഴാണ് അതിലാകെപ്പാടെ നമുക്കൊരു അങ്കലാപ്പുണ്ടായി പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല, തുടർച്ചയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളോട് ഇടപഴകുമ്പോൾ അദ്ദേഹം കുറേ കൂടി അഗ്രസീവ്നെസ് കാണിക്കുന്നു. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഏറ്റവും പ്രശംസനീയമായ നിലപാട് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷയിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ എന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഇനി ആ മട്ടിൽ മാസിൻ്റെ ഒരു വലിയ ആവേശം, പാർട്ടി പ്രവർത്തകരുടെ ആവേശം സൃഷ്ടിക്കാൻ ഇനി ഈ കാലത്ത് ഇത് മാത്രമേ വഴിയുള്ളൂ എന്നാണോ നേതാക്കന്മാർ കരുതുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം വി ഡി സതീശൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും വേണമെങ്കിൽ തിരിച്ചടിക്കാവുന്നത് തന്നെയാണ്. ആ മട്ടിൽ തന്നെയാണ് ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. കാരണം വി ഡി സതീശൻ ഗോൾവർക്കറുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും വിളക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി ആരോപിക്കപ്പെടുകയും അത് നിരന്തരം ആവർത്തിച്ച് CPIM ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന് കുറച്ചുകൂടി മൂർച്ച കൂട്ടിക്കൊണ്ട് വീണ്ടും അവതരിപ്പിക്കാൻ ഉള്ള ഒരവസരമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സംഘിക്കുട്ടി എന്ന് കെ മുരളീധരൻ വിളിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് നിയമത്ത് ഞാൻ തോൽപ്പിച്ചത് ആരെയൊക്കെയാണ് എന്നുള്ളത് ഓർക്കണം കേട്ടോ എന്ന് വി ശിവൻകുട്ടി വീണ്ടും അതിന് മറുപടി നൽകുന്നു. മാത്രമല്ല ഇതൊരു അവസരമായി വി ശിവൻകുട്ടി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് അതിലെല്ലാം അദ്ദേഹം ഇതുവരെ ഈ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് വിശദമായി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് അവതരിപ്പിക്കാനുള്ള ഒരവസരമായി തന്ത്രപരമായി വി ശിവൻകുട്ടിയും ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലമാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടിയതിൽ ഞാൻ സങ്കടപ്പെടുന്നു എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. പക്ഷേ കുട്ടികൾ ഈ ഭാഷയെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് മറ്റുള്ള ആളുകളും നമ്മളൊക്കെ തന്നെയും സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് വി ഡി സതീശൻ കൂടി ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ് ആശയപരമായ വിയോജിപ്പുകൾ മാറി വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് അത് ചുരുങ്ങി എന്നത്. കേരള രാഷ്ട്രീയത്തിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരുകൾ പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. എതിരാളിയുടെ രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്ന പഴയകാല രീതിക്ക് പകരം ശത്രുവായി കാണുന്ന രീതിയിലേക്ക് പുതിയ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ മാത്രമേ കൂടുതൽ ശ്രദ്ധിക്കപ്പെടൂ എന്ന തോന്നലിലാണ് നമ്മളുടെ നേതാക്കൾ പലരും. അനുയായികളെ ആവേശഭരിതരാക്കാൻ നടത്തുന്ന മാസ് എന്ന് തോന്നിപ്പിക്കുന്ന അധിക്ഷേപ പരാമർശങ്ങൾ നേതാക്കളുടെ വില ഇടിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വികസനവും അഴിമതിയും ഒക്കെ ചർച്ച ചെയ്യേണ്ട നേരത്താണ് ഇങ്ങനെയുള്ള മോശം പദപ്രയോഗങ്ങൾ RDXൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നതാണ് ഞങ്ങളെയും സങ്കടപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് എന്നതിനപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ മട്ടിൽ കടന്ന പ്രയോഗങ്ങൾ നടത്തുന്ന നേതാക്കന്മാർ ചിലരെങ്കിലുമുണ്ട്. അവരത് നിയന്ത്രിക്കേണ്ട കാലമായി. ആ കാലം മാറിയിരിക്കുന്നു. അതൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നയാളാണ് ഒരു വർഷം 60 പുസ്തകമെങ്കിലും വായിക്കുന്ന വി ഡി സതീശൻ എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. അണികൾ തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒന്നായി മാത്രമേ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നാണ് നേതാക്കളോട് പറയാനുള്ളത്. അത് ആകപ്പാടെ ശത്രുതയും വെറുപ്പും പടർത്തും. അതിനപ്പുറം നിങ്ങൾ വിതയ്ക്കുന്നത് മറ്റൊന്നുമല്ല എന്നത് ഓർക്കണം. രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം ബഹുമാനിക്കുന്നതും സഹിഷ്ണുതയോടെ പെരുമാറുമ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വിശ്വാസം വർദ്ധിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് സിസ്റ്റത്തോടുള്ള താല്പര്യം ഉണ്ടാകുന്നത്. ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത അധിക്ഷേപ പരാമർശങ്ങൾ നേതാക്കൾ തിരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. RDX ഒരു ഇടവേളയിലേക്ക്.